ഓക്കെ. അസ്സലാമു പ്രിയമുള്ളവരെ, നമ്മുടെ എസ്യൂം അക്കാദമിയുടെ 2026 ക്രാഷ് കോഴ്സിന്റെ ഭാഗം സെഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നു. ഏതായാലും നിങ്ങൾക്കറിയാം, ഓൺലൈൻ മാറ്റുന്നതോടുകൂടി ആരാണ് അറ്റൻഡ് ചെയ്യുന്നത്, എത്ര പേര് കഴിയില്ല നമുക്കറിയാൻ നിർബന്ധമായിട്ട് വേണം. ഓക്കെ, 25 റീസണിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുക. ചോദ്യം വായിക്കും, പിന്നെ അത് ആൻസർ ചെയ്യാൻ താഴെ ടൈം തരും. ആൻസർ ചെയ്ത് ഒരാൾ പറയുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആ രൂപത്തിലാണ് നമ്മൾ പോവുക. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം ഞാൻ വായിക്കാം. അതിന്റെ ശേഷമുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മാറി മാറി വായിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ലൈവ് ഇന്ററാക്ഷൻ ആണെന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ 7, 7, 26, 63, 124, 215, 342. ഓക്കെ, നമ്മളോട് കാണാൻ പറയുന്നത് അടുത്ത നമ്പർ കാണാനാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം കിട്ടുന്ന ആള് ഒന്ന് പിന്നെ മൈക്ക് ഓൺ ചെയ്ത് പറയാ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും? കിട്ടിണ്ടാവുമല്ലോ അല്ലെ? കിട്ടിയില്ലേ? 8 cube minus 1. 8 ക്യൂബ് മൈനസ് 1. വെരി ഗുഡ്. ആണോ? ശരിയാണോ? ബാക്കിയുള്ളവര് നോക്ക്. അത് ആവൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ 7, 26, 63, 124, 215, 342 ഇവ തമ്മിലുള്ള റിലേഷൻ സാധാരണ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവ തമ്മിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഡയറക്റ്റ് പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പൊ 7ഉം 26ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യും ഒന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതാണ് ആദ്യം നമ്മൾ ഏത് സീരീസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഗ്യാപ്പ് 19 ആണ്. ഇനി 26ഉം 63യും തമ്മിലുള്ള ഗ്യാപ്പ് കാണുക. ഗ്യാപ്പ് പിന്നെ 63യും 26ഉം തമ്മിലുള്ള ഗ്യാപ്പ് 37 ആണ്. നോക്കിയാ ഈ ഗ്യാപ്പുകൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് ആഡ് ചെയ്തിട്ട് പോയിട്ടല്ല അടുത്തൊരു നമ്പർ കിട്ടുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമായി. ഓക്കെ, പിന്നെ നമ്മൾ ബാക്കിയുള്ള മെത്തേഡുകളിലേക്ക് പോയി നോക്കുക. അപ്പം പിന്നെ ഇത് ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക, ചെയ്യാൻ വേണ്ടി പറ്റുക കേട്ടോ. ഇത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 2 ക്യൂബ് അറിയാലോ, 2 ഇൻറ്റു 2. ഓക്കെ, ഇതാണ് 2 ക്യൂബ്. ഇത് 8 ആണ്. 8 മൈനസ് 1 എന്താ? 7. 8 മൈനസ് 1 7. ക്ലിയർ അല്ലേ? 8 മൈനസ് 1 എന്താ? 7. ആ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ നോക്കുന്നു. അടുത്തത് 3 ക്യൂബ് മൈനസ് 1 ചെയ്ത് വെക്കുക. 3 ക്യൂബ് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3, അതായത് 27 മൈനസ് 1. 27 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 26. ഫൈൻ. അപ്പൊ 26 എന്ന് വന്നു. ഇനി നോക്കിയാ 4 ക്യൂബ്, 4 ഇൻറ്റു 4 ഇൻറ്റു 4, 64 മൈനസ് 1 63. ഇനി 5 ക്യൂബ് പറഞ്ഞാൽ 125 ആണ്. അപ്പൊ 125 മൈനസ് 1 124. അപ്പൊ നമുക്ക് ആ പാറ്റേൺ കിട്ടി. ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നില്ല. ഇത് 5 ആണ്. അപ്പൊ ഇത് 6 ക്യൂബ് മൈനസ് 1 7 എന്താ? നേരത്തെ നമ്മള് പിന്നെ ഫസ്റ്റ് പറഞ്ഞ
8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 ഇൻറ്റു 8. ഓക്കെ, 512 8 ക്യൂബ് -1, അതായത് 511. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു 3-4 ഓക്കെ ഓക്കെ എന്ന് കേട്ടാൽ ഞാൻ അടുത്തേക്ക് പോകും. റെഡി അല്ലേ? റെഡി അല്ലേ? പോട്ടെ. ഓക്കെ. എന്താ പറയുക, നിങ്ങൾ മുണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എനിക്കിത് റേഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീൽ ആവും. വളരെ ഓക്കെ. നോക്ക്, ഒരാൾ വായിക്ക്, ആരെങ്കിലും ഒരാൾ. എനിവൺ? വേഗം നോക്ക്, ആരെങ്കിലും ഒരാൾ മൈക്കണ്ടോ. Find the odd one. 41, 43, 47, 53, 61, 71, 73, 81. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ. പറയാൻ താല്പര്യമുള്ളവർക്ക് പറയും ചെയ്യാം കേട്ടോ. 41, 43, 47, 53, 61, 71, 73, 81. ഓഡ് നമ്പർ കണ്ടെത്തണം ഇതിൽ നിന്ന്. പറയാം. ആൻസർ ആയ ഉടനെ പറയാം. കിട്ടിയോ? 81 വരുന്നത്. കാരണം ഡിഫറൻസ് 2, 4, 6, 8, 10. നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ ഓക്കെ, ഇവിടെ 80 ഉള്ള കാരണം എന്താ അറിയോ? എല്ലാ നമ്പറും എന്താണ്? പ്രൈം നമ്പർ ആണ്. ആരും ഒഴികെ 81 ഒഴികെ. അപ്പൊ നമുക്ക് അറിയാലോ പ്രൈം നമ്പർ എന്താന്ന്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി എന്താ? ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 3, 5, 7, പിന്നെ 11, 13, 17, അല്ലേ, അങ്ങനെ പോകുന്ന 23 എക്സെട്ര. ഇങ്ങനെ പോകുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാലേ ആ നമ്പറിന്റെ പിന്നെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ നമ്പറും 1 ആയിരിക്കും. ഇപ്പൊ 2ന് എനിക്ക് ആകെ 1 × 2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. 7ന് 1 × 7. അതേസമയം 4ന് എനിക്ക് 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 3 ഫാക്ടേഴ്സ് വന്നു, 1, 4, 2. എന്നാൽ ഈ നമ്പറുകൾക്കൊക്കെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 41 ഒരു പ്രൈം നമ്പർ ആണ്, 43 മറ്റൊരു പ്രൈം നമ്പർ ആണ്, 47, 53, 61, 71, 73 ഒക്കെ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ 81 ബിക്കോസ് 9 × 9 എന്താ 81 ആണ്, 1 × 81 81 ആണ്. ക്ലിയർ ആണോ? അതുപോലെ ഇനിയുണ്ട് 27 × 3 അല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെ പ്രൈം നമ്പർ അല്ലാത്ത നമ്പർ എന്ന് പറയും. ആ നമ്പർ ആണ് ആര്? 81. ഫൈൻ അല്ലേ? അടുത്തേക്ക് പോകുന്നുണ്ട്. സംശയമുള്ളവര് സ്റ്റോപ്പ് ചെയ്ത് പറയണം, ഞാൻ സ്പീഡ് ഉണ്ടെങ്കിൽ. ഫൈൻഡ് ദ ഓഡ് നമ്പർ ഇൻ ദ സീരീസ്. ഓക്കെ, വീണ്ടും സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 25-ലെ 3ാമത്തെ ചോദ്യം. 396, 462, 572, 427, 671, 264. ഇതിൽ ഓഡ് നമ്പർ കാണാനാണ് പറഞ്ഞത്. ചെയ്യാലോ, പെട്ടെന്ന് കിട്ടും. (2025) PYQ നമ്മൾ നമ്മുടെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ. കോച്ചിങ് ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ് ഈ ഒരു പിന്നെ 25-ലെ ക്വസ്റ്റ്യൻ പേപ്പർ.
ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ആരെങ്കിലും ഒരാൾ ആൻസർ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, 427 ആണോ? 427 പറയാൻ കാരണം ബാക്കിയുള്ളതിലൊക്കെ ലാസ്റ്റത്തെയും ഫസ്റ്റത്തെയും ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നടുത്ത ഡിജിറ്റിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും ആൻസറിലേക്ക് എത്തിയിരുന്നോ? എനിവൺ എൽസ്? വേറെ ആരെങ്കിലും അങ്ങോട്ട് എത്തിയിരുന്നോ? ഇല്ല. വെരി ഗുഡ്. നോക്ക്, ക്ലിയർ ആവാത്തവരോടെ നോക്കട്ടോ. സീരീസ് എടുത്ത് നോക്കുമ്പോഴേ ഇതിനെ ഞാൻ എങ്ങനെ നോക്കിയാലും എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയൂല. ഞാൻ ഇതിനെ ആഡ് ചെയ്ത് പിന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കി ഒരു കോമൺ ആയിട്ടുള്ളൊരു പിന്നെ ടേം ആഡ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. അത് ബൈ പ്രാക്ടീസ് ഒന്നും കൂടി ക്ലിയർ ആവും. 3 + 6 എന്താണ്? 9. അതുപോലെ തന്നെ 4 + 2 എന്താ? 6. ഉണ്ടല്ലേ? 5 + 2 എന്താ? 7. നോക്ക്, പിന്നെ 2 7. നെക്സ്റ്റ് 7 1 2 6 4. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടൊക്കെ നമ്മൾ ഇതും ആഡ് ചെയ്താൽ നടുത്തത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ? പക്ഷെ ഇതും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നടുത്തത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? ഓക്കെ, റെഡി അല്ലേ? അടുത്തേക്ക് പോട്ടെ? ഓക്കെ, ഫൈൻ. നോക്ക്, ഇനി അടുത്തത് ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ. ഇത് വളരെ ഈസിയാണ്. 2 4 12 48 240. പറയ്. ആൻസർ എന്താ? ഉറക്കെ പറയും. ഞാൻ പറയാ അല്ലേ? നോക്ക്, 2 4 12 48 240 ഉണ്ട്. 2 × 2 4 ആണ്. 4 × 3 എന്താ? 12 ആണ്. 12 × 4 എന്താ? 48. 48 × 5 240. അപ്പൊ ഇനി അടുത്ത് എന്ത് വരും? 240 × 6 വരും. സോ 1440. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയണേ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 2 4 12 48 240. അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? 2ലേക്ക് 2 ഗുണിച്ചാൽ 4, 4ലേക്ക് 3 ഗുണിച്ചാൽ 12. If I am multiplying 12 by 4, I'll get 48. Now 48 × 5 is 240. So the next will be 240 × 6, which is equal to 1440. Fine. Clear അല്ലേ? പോട്ടെ? ഓക്കെ, ഓക്കെ, ഓക്കെ. നോക്ക്, ഫൈൻഡ് ദ ഓഡ് നമ്പർ ഇൻ ദ സീരീസ്. ഈ സീരീസിലെ ഓഡ് നമ്പർ കാണണം. പറയ്. ഫൈൻഡ് ദ ഓഡ് നമ്പർ ഇൻ ദ സീരീസ്. എനിക്ക് പേര് കാണുമായിരുന്നെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നു ഓരോ പേര്. പറയ്. 28. 28 വരാൻ കാരണം എന്തായിരിക്കും? ആണെങ്കിൽ ഇത് വോയിസ് ക്ലിയർ ആവുന്നില്ല.
ഏതായാലും നമ്മൾ നോക്കാം അല്ലെ. കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, കിട്ടാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് 6, 6, 9, 15, 21, 24, 28, 30. ഈ സീരീസിലെ ഓഡ് നമ്പർ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് വളരെ സിമ്പിൾ ആണ്, ഹൈലി സിമ്പിളാ. ഇവിടെ നോക്ക്, 6 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. 6നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 9നെയും എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 21നെ പറ്റും, 24നെ പറ്റും. പക്ഷെ 28നെ നമുക്ക് 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ ആണോ? റെഡിയല്ലോ? ഇങ്ങനെ പറയാം. പറയൂ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാറിയോ? 9 മൈനസ് പിന്നെ 6 പറഞ്ഞാൽ 3 അല്ലേ? ഇവ തമ്മിലുള്ള ഗ്യാപ്പ് 3. ഞാൻ ചെയ്തു. 15ഉം അതുപോലെ തന്നെ 9ഉം തമ്മിലുള്ള ഗ്യാപ്പ് 6 ആണ്. ഓക്കെ, ഇനി 21ഉം 15ഉം തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. പിന്നെ 21ഉം 15ഉം എത്രയാ വരുന്നത്? 6 തന്നെ. 24ഉം ചെയ്തു നോക്കുകയാണ്. സപ്പോസ് ശരിയാവും, ചിലപ്പോൾ റെഡി ആവില്ല. നമ്മളൊന്ന് ചെയ്തു നോക്കുക, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത്. ഇവിടെ 3 ആണ് ഗ്യാപ്പ് വരുന്നത്, ഇവിടെ ഗ്യാപ്പ് വരുന്നത് 4 ആണ്, ഇവിടെ ഗ്യാപ്പ് വരുന്നത് 2 ആണ്. ബട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെ ഒരു റിലേഷൻ പറയാനില്ല. ഓക്കെ, അപ്പം ഈ ഒരു രൂപത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ നോക്കുക എന്താണ്, ഒരു സീരീസ് ആവണമെങ്കിൽ പല രൂപത്തിലുള്ള സീരീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഓഡ് നമ്പറുകളുടെ സീരീസ്, ഈവൻ നമ്പറുകളുടെ സീരീസ്, ഇത് മൾട്ടിപ്പിൾ സീരീസ് ആണ്. അപ്പം പിന്നെ 3ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നമ്പർ അവിടെ ഉള്ളത് ആരാണ്? പിന്നെ 28 ആണ്. സോ 28 ആണ് ഓഡ് നമ്പർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഒരു 3-4 ഓക്കെ എന്ന് കേട്ടാൽ എനിക്കൊരു സമാധാനം. ഓക്കെ ഫൈൻ. യെസ്, ഓക്കെ. ഫൈൻഡ് ദ ഓഡ് നമ്പർ ഇൻ ദ സീരീസ്. 331, 482, 551, 263, 383, 362, 284. ഈ സീരീസിലെ ഓഡ് നമ്പർ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, നോക്ക്. ചെറുങ്ങനെ ഒന്ന് ചിന്തിക്കാനുണ്ട്, എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുണ്ടാവും. സംഗതി എളുപ്പമാണ്. ആൻസർ പറ്റേ. എവിടെ? ചോദ്യം ക്ലിയർ അല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ചാറ്റിലെ ആൻസർ വരുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞേ? ആൻസർ കാണുന്നുണ്ട് നിങ്ങൾക്ക്? അല്ല, മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ചാറ്റ് കാണാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞേ, ക്ലാസ് എടുക്കുന്ന സമയത്ത് മൈക്ക് ഓൺ ചെയ്യണം. എനിക്ക് പിന്നെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് കാണാൻ കഴിയൂല. ഓക്കെ, ആൻസർ എന്താ പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ പറയാ എന്താ ആൻസർ വന്നത്? 383. നോക്കുക, ഇത് സിമ്പിൾ ആണ്. നോക്ക്, 331, 3 × 1 3. നോക്ക്,
ഇവിടെ നമ്മൾ നോക്കുക 3 × 1 3 4 കണ്ടില്ലേ 4 × 2 8 നടുവിൽ കിട്ടുന്നത് ബാക്കി രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പറുകളുടെ പിന്നെ ഫസ്റ്റിലും എൻഡിലുള്ള നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് 5 × 1 5 2 6 3 × 3 ശരിക്കും 9 വരണ്ടേ ബട്ട് ഇവിടെ 8 ആണ് ഉള്ളത് അല്ലേ 3 × 2 6 3 ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ അടുത്തയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കണം, നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അടുത്തേക്ക് പോകുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ദ മിസ്സിംഗ് നമ്പർ 2 6 12 20 30 42 56. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറയണേ, ടൈപ്പ് ചെയ്താൽ കാണൂല. എഴുപത്തിരണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യോ? അത് അതിന്റെ ഡിഫറൻസ് 4 6 8 അങ്ങനെ പോയത്. 12 14 16. അപ്പൊ 56 പ്ലസ് വെരി ഗുഡ്. ഓക്കെ, നോക്ക്, മനസ്സിലാത്തവര് നോക്കുക. 2 ഉം 6 ഉം തമ്മിലുള്ള ഗ്യാപ്പ് 4 ആണ്. 6 ആണ്. 12 ഉം 20 ഉം തമ്മിലുള്ള ഗ്യാപ്പ് 8 ആണ്. ഓക്കെ അല്ലേ? അപ്പം 20 ഉം 30 ഉം തമ്മിലുള്ള ഗ്യാപ്പ് ആണ്. 30 ഉം 42 ഉം തമ്മിലുള്ള ഗ്യാപ്പ് 12 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 42 ഉം 56 ഉം തമ്മിലുള്ള ഗ്യാപ്പ് 14 ആണ്. അപ്പൊ അടുത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടി വരിക 56ലേക്ക്? നമുക്കറിയാലോ 56 + 16 ചെയ്ത് കഴിഞ്ഞാൽ 72. സോ ദ ആൻസർ ഈസ് 72. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമ്മൾ അടുത്തേക്ക് പോകുന്നേ. ഇൻസേർട്ട് ദ മിസ്സിംഗ് നമ്പർ 3 7 6 5 9 3 12 1 15, മിസ്സിംഗ് നമ്പർ ഇൻസേർട്ട് ചെയ്യാനാ പറഞ്ഞത്. -1 ആണോ? കാരണം അത് മറ്റേ ടിൻ സീരീസ് ആയിട്ടാ വന്നത്. ഫസ്റ്റത്തത് 3 6 9 12 15, പിന്നെ അടുത്തത് 7 5 3 1. അപ്പൊ -1 അല്ലേ? ഓക്കെ, പിന്നെ ചിലർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ ശ്രദ്ധിക്കാട്ടോ. വെരി ഗുഡ്. നോക്ക്, ഇവിടെ നമ്മൾ കാരണം ട്വിൻ സീരീസ് എപ്പോഴാ വരുവെച്ചാൽ നമുക്ക് റിലേറ്റ് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കി, ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്യാൻ നോക്കി, ഒരു നിലക്കും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 3 ഉം 7 ഗ്യാപ്പ് 4 വരുന്നത്. ഓക്കെ, ഫൈൻ. ഇവിടെ വീണ്ടും 1, ഇവിടെ 4, ഇവിടെ പിന്നെ 6. അപ്പൊ എനിക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പിന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂളാണ് ഇവിടെ ഉള്ളത് അല്ലെ? പിന്നെ റാൻഡം റൂളുകളാണ്. അപ്പൊ ഇത് പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ നോക്കും. ഓക്കെ, അൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കും. ഇതിന് ട്വിൻ സീരീസ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയം 3 6 9 12 15. ഫൈൻ. നെക്സ്റ്റ് നോക്ക്, എന്താ അടുത്ത സീരീസ് വരിക? 7 5 3 1. ഓക്കെ, ഇത് എപ്പോഴാണ് നമ്മൾ 2 സീരീസ് ആക്കുക? നമുക്ക് ഒരു നിലക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പം ഇവിടുത്തെ റൂൾ ഓൾറെഡി നോൺ, ഇത് നമുക്ക് അറിയണമെന്നില്ല. കാരണം ഇതിന്റെ അടുത്തതല്ല ചോദിച്ചത്, ഇവിടെ ഈ 1ന്റെ ശേഷമാണ് ചോദിച്ചത്. ഇവിടുത്തെ റൂൾ എന്താ? 5 എന്തായി? 7 എന്തായി? 5 ആയി. 2 മൈനസ് ചെയ്തു, വീണ്ടും -2. 3 വീണ്ടും -2. സോ 1 ആയി. 1 -2 അറിയാലോ, പ്രശ്നമില്ലല്ലോ. 1 - 2 എന്താ ചെയ്യുക? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, അതായത് 2 1 കുറയ്ക്കുക. എന്നിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലുതാരാ? 2ന്റെ സൈൻ ഇടുക. സോ -1. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ?
കൺഫ്യൂഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. 25 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ സീരീസ്. ഈ സീരീസിലെ തെറ്റായ പിന്നെ നമ്പർ നമ്മൾ കണ്ടെത്തണം. സ്റ്റാർട്ട് ചെയ്തോ. കഴിഞ്ഞവര് കിട്ടിയവര് പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്യാ, പറയാം. കിട്ടിയോ? 150. എല്ലാവർക്കും അങ്ങനെ തന്നെയാ വരുന്നത്? ഞാൻ പറയട്ടെ എന്നാ. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്നു. നോക്ക്, 72ഉം 56ഉം തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് സീരീസ് തന്നാലും ആദ്യം നമ്മൾ നോക്കേണ്ടത് ശരിക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, ആ ഡിഫറൻസിൽ ഒരു ഓർഡർനെസ് ഇല്ലെങ്കിൽ മനസ്സിലാക്കുക അത് വേറെ എന്തോ പിന്നെ പ്രശ്നമുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ നമുക്ക് ടിന്നിലേക്ക് പോകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള n³ -1, അതായത് 3³ -1, നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചോദ്യം ഉണ്ടല്ലോ, ആ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്ക്, 90 - 72 18 ആണ് അല്ലെ. 90 - 72 18 ആണ്. അടുത്ത 1110 - 90 20 ആണ്. നമുക്കൊരു പാറ്റേൺ കാണുന്നില്ലേ അവിടെ? 132 - 1110 എന്താണ്? 22 ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്തായിരിക്കും? 150 - 132 എന്തായിരിക്കും? 18 ആണ്. ഓക്കെ ആണോ? ശരിക്കും എന്താണ് വരേണ്ടിയിരുന്നത്? നമുക്ക് എന്താ വരേണ്ടിയിരുന്നത് ശരിക്കും ഇവിടെ? ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 16 18 18 20 22. അപ്പോൾ ശരിക്കും എനിക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് 24 ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നത് 18 ആണ്. സോ ഇവിടുത്തെ ഓഡ് നമ്പർ ആരാണ്? ആരാണ് പറയും? ആരായിരിക്കും? 150. എന്തുകൊണ്ടാ 132 ആവാത്തത്? കാരണം 132 - 1110 അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ശരിക്കും അപ്പം ഇവിടെ ആരായിരുന്നു വരേണ്ടിയിരുന്നത്? 150. 150ക്ക് പകരം ശരിക്ക് പിന്നെ 150 - 132 അല്ലേ, 18 ആ കിട്ടുന്നത്. പക്ഷെ 24 ആയിരുന്നു, അതായത് 154 സോറി വരേണ്ടിയിരുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഡൗട്ട്, ആ ഈ 56 72 ആവാന് 16, അപ്പൊ അങ്ങനെ കൂട്ടി പോയാല് ആൻസർ എന്താ റോങ് ആയി വരെ തന്നെ ആൻസർ 150 തന്നെയാണ്. കാരണം എന്താ ലാസ്റ്റ് 132 + 24 കൂട്ടുമ്പോ 156 വരുന്നുണ്ട്. പക്ഷെ 150 അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആൻസർ ആക്കി എഴുതാൻ പറ്റുമോ? അങ്ങനെയും പറ്റും. അങ്ങനെ ഓക്കെ, റെഡി അല്ലേ? ഞാൻ അടുത്തേക്ക് പോകുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. നമ്മൾ സീരീസ് കംപ്ലീഷൻ നമ്മൾ എന്തെന്തായിട്ട് സീരീസ് കംപ്ലീഷന്, അനലോഗി, ക്ലാസിഫിക്കേഷൻ ഇത് കൂടുതലാണ് ചോദിക്കും. അപ്പൊ ഈ അനലോഗി ഒക്കെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, അനാലിസിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സംഗതി സിമ്പിൾ ആണ്, പക്ഷെ ആ വേർഡിന്റെ അർത്ഥം അറിയാത്തൊരു പ്രശ്നമോ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലും കൂടെ ശരിക്കും അനാലിസിൽ നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എന്തുണ്ട്, ഈ ഒരു ഇതിനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ച് കാണാറുണ്ട്. ആ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇവിടെ ഹാക്ക്, പാരറ്റ്, ഔളി, ഈകള്, ഇതിൽ ഓഡ് വൺ കാണാനാ പറഞ്ഞത്. പറയാലോ? സിമ്പിൾ ആയിട്ട് പറയാം. ഏതാണ്? ഡി അല്ലേ? ബാക്കിയുള്ളതെല്ലാം ബേർഡ്സ് ആണ്. ഇതാരാ ഇപ്പൊ കാണിച്ചതാരാ ഞാൻ സ്ക്രീനിൽ കൊണ്ടുവന്നത്? ഈഗിള്.
രണ്ടാമത്തത് അല്ലേ പാരറ്റ് ഉണ്ട്, ഔളുണ്ട്, ഈഗിളുണ്ട്. ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഹൗക്ക്, പിന്നെ പാരറ്റ്, ഔള്, ഈഗിള്. ഇവിടെ നമുക്ക് പിന്നെ പാരറ്റ് അല്ലാത്തതെല്ലാം ബേർഡ്സ് ഓഫ് പ്രേ ആണ്. ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറഞ്ഞാൽ ഇര പിടിച്ച് ജീവിക്കുന്നവരാണ് ഈ ഈഗിളായാലും ഔളായാലും ഹൗക്കായാലും. അതേസമയം പാരറ്റ് അങ്ങനെയല്ല. ഓക്കെ, ഫ്രൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കൂടുതലായിട്ട്. പിന്നെ മണ്ണിരനൊക്കെ തിന്നുന്നുണ്ടെങ്കിലും ഒരു ഇര പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല. ഓക്കെ, അപ്പം ഏതാ വരിക? പാരറ്റ് ആണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ ആണോ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ മാർക്ക് നന്നായിട്ട് പോകാൻ സാധ്യതയുള്ള ഒന്നാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ ക്ലിയർ ആയിട്ടുണ്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോകുന്നു. ഫൈൻഡ് ദ ഓഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഫൈൻഡ് ദ ഓഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഫ്ലൈയിങ് അല്ലേ? ഓപ്ഷൻ എ ഫ്ലൈയിങ്. അല്ലേ, നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. എയറിലൂടെ പോകുന്നത് ഫ്ലൈയിങ്, ബാക്കി മൂന്നും എന്താണ്? വെള്ളവുമായി പിന്നെ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. സ്വിമ്മിങ് ആണെങ്കിലും സെയിലിംഗ് ആണെങ്കിലും ഡൈവിംഗ് ആണെങ്കിലും. സോ ആൻസർ ഈസ് ഫ്ലൈയിങ്. ഓക്കെ, അടുത്ത് ഫൈൻഡ് ദ ഓഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. പറയ്. ഷൈനിങ്. ഡി. ഡി ആണോ? ഇപ്പൊ റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും ഒന്നുകിൽ കോഗ്നിറ്റീവ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും, ലിംഗ്വിസ്റ്റിക് ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ, റീഡിങ് ആയാലും റൈറ്റിംഗ് ആണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും. റീഡിങ്ങും റൈറ്റിങ്ങും ഡയറക്ട്ലി നമുക്ക് ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ ആക്റ്റീവ് പ്രോഗ്രാം, പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നോളജ് ഗെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ ഷൈനിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് അല്ലെ, ലൈറ്റ് മൂലം ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അതിന് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ആ തീമുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ, ഞാൻ അടുത്തേക്ക് പോട്ടെ. ഓക്കെ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. റിങ്, ബാങ്കിള്, ടയറ്, പ്ലേറ്റ്. ഡി അല്ലേ? ഡി. സി അല്ലേ? ബിയോ? ബി എന്നാ പറഞ്ഞ സിയോ? ഡി. ഡി. പ്ലേറ്റ്. ബി പറഞ്ഞു, സി പറഞ്ഞു, ഡിയും പറഞ്ഞു അല്ലെ? അതെ. എ മാത്രം ബാക്കിയുണ്ട്. എ കൂടി ഒരാൾ പറഞ്ഞോളൂ. ആ, ബാങ്കിൾ പറഞ്ഞ ആള് എന്തുകൊണ്ടായിരുന്നു ബാങ്കിൾ പറഞ്ഞത്? ടയർ പറയാൻ കാരണം, പ്ലേറ്റ് പറയാൻ കാരണം എന്താ? ബാക്കി മൂന്നും വോയിസ് പക്കാണ്ട് കിട്ടണില്ല. ബാക്കിയുള്ളതൊക്കെ റിങ്. നമുക്ക് നോക്ക്, ഇതൊക്കെ സിമ്പിൾ. റിംഗ് ആയാലും ബാങ്ക് ആയാലും ഇതൊക്കെ എന്താ? ഹോളാണ് അല്ലെ, ഉള്ളിൽ എന്താണ്? അതേസമയം പ്ലേറ്റ് മാത്രമല്ല സർക്കിൾ. അല്ലേ? Is related to coin in the same way as paleontology is related to. സംഗതി സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഏതാണ്? ഫോസിൽസ്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി അല്ലേ? നോക്ക്, സ്റ്റോൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കറൻസി,
അതല്ലെങ്കിൽ കോയിന്, പേപ്പർ മണി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ പഠനം, അതിന്റെ സ്റ്റഡി, അതിന്റെ കളക്ഷന്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെയാണ് ശരിക്ക് ന്യൂമിസ്മാറ്റിക് എന്ന് പറയുന്നത്. ഒരു പിന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡി മെത്തേഡാണ്. പാലന്റിയോളജി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫോസിലുകളെ കുറിച്ചുള്ള പിന്നെ പഠനമാണ്. പ്രീ ഹിസ്റ്റോറിക് ലൈഫ് ത്രൂ ദ എക്സാമിനേഷൻസ് ഓഫ് ഫോസിൽസ്. ആ ഫോസിലിനെ കുറിച്ചുള്ള പഠനമാണ് പാലിന്റിയോളജി എന്ന് പറയുന്നത്. അതേസമയം ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് കോയിനുകളെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വെക്കണം. ചില കുറച്ച് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നോക്ക്. സിസ്മോളജി എർത്ത് ക്വയ്ക്കിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ അല്ലേ? ഉൽക്കത്തെ കുറിച്ചുള്ള പഠനം. പാത്തോളജി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ടേമാ. എന്തിനെ കുറിച്ചുള്ള പഠനം? പാത്തോളജി, ഡിസീസുകളെ കുറിച്ചുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ടാക്സോണമി, +2 സയൻസ് എടുത്തവർക്കൊക്കെ കേട്ടിട്ടുണ്ടോ? +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ടാക്സോണമി ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. ഫിസിയോളജി അല്ലെ, ബോഡിയെ കുറിച്ചുള്ള പഠനമാണ് ഫിസിയോളജി. സൈക്കോളജി എന്ന് പറയുമ്പോൾ മൈൻഡ് ആ രൂപത്തിൽ വരും. ഓക്കെ. ബോട്ടണി, പ്ലാന്റുകളെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി, അറിയുന്നതാണ്. നെഫ്രോളജി അറിയാലോ, എന്തിനെ കുറിച്ചാ? കിഡ്നിയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഫൈൻ. ഓക്കെ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ആന്ത്രോപോളജി, ഇത് നമുക്ക് കിട്ടും. മനുഷ്യനെ കുറിച്ചുള്ള പഠനം അല്ലെ. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഓക്കെ, ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി എന്ന് പറയുന്നത്. കാർഡിയോളജി നമുക്ക് ഓൾറെഡി അറിയാം, ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. സെലിനോഗ്രഫി അറിയാത്തതായിരിക്കാം ചിലർക്കെങ്കിലും, നോട്ട് ചെയ്യണം. മൂണിനെ കുറിച്ചുള്ള പഠനമാണ് സെലിനോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഹെമറ്റോളജി കേട്ടിട്ടുണ്ടാവും, ചിലർക്ക് അറിയലുണ്ടാവില്ല. പിന്നെ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡോളജി എന്ന് പറയുന്നത് സോയിലിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ പിന്നെ ഇങ്ങനത്തെയുള്ള സ്റ്റഡികൾ, ഇതിന്റെ അപ്പുറം ഉള്ളത് നമ്മളോട് ചോദിക്കാം. ഇങ്ങനെയുള്ള സ്റ്റഡികൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കുറച്ച് കറൻസികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് അനാലജി ഭാഗത്തുനിന്ന് വരാറുള്ളത്. ഇത് അനലോഗിയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഓക്കെ. ബുൾ ഈസ് റിലേറ്റഡ് ടു കൗ ഇൻ ദ സെയിം വേ ആസ് ഹോസ് ഈസ് റിലേറ്റഡ് ടു, പറയും. ഓക്കെ, മേർ. ഓക്കെ അല്ലേ? ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. അനാലജി നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോകുമ്പോഴും അനലോഗി ചോദിക്കാറുണ്ട്. ആ അനലോഗിയിലെ തന്നെ ഈ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാറ്റിൽ അല്ലേ, ബുള്ള്, അതിന്റെ ഫീമെയിൽ കൗവ്, ബേബി കാഫ്. ഹോസിന് ഈ പേരുകൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറെ പേരുകൾ ഉണ്ട്. ഏതായാലും ഈ പേരുകൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. സ്റ്റാലിയൻ, മേർ, ഫോൾ. ഓക്കെ. പിന്നെ ഡോങ്കി, ജാക്ക്, ജെന്നി, ഫോൾ. ഷീപ്പ്, റാം, ഈവ്, ലാംബ്. ഗോട്ട്, ബക്ക്, ഡോ, കിഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ രൂപത്തിലൊക്കെ പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയണേ. നെക്സ്റ്റ്, seismograph is related to earthquakes in the same way as thermometer is related to, വളരെ സിമ്പിൾ ആണ്, ടെമ്പറേച്ചർ അല്ലേ? കാരണം പിന്നെ സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിക്ടർ സ്കെയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ എർത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് തെർമോമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ seismograph is used to measure or record earthquake just as thermometer temperature. സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. Captain is related to soldier in the same way as leader is related to. ഏതാണ്? ഫോളോവർ അല്ലേ? നോക്കാം. ക്യാപ്റ്റൻ എന്താണ്? ഒരു ക്യാപ്റ്റൻ
ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ഹെഡ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത് ആരാ? ക്യാപ്റ്റൻ ആണ്. ഓക്കെ. പിന്നെ ലീഡറും ഡയറക്റ്റ് ഓർ ഗൈഡ് എ ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സ്. അപ്പം പിന്നെ നാളെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാൻ നിൽക്കുകയാണല്ലോ. ഏതായാലും നമ്മൾ പിന്നെ ഫോളോവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഫോളോവേഴ്സ് ഇല്ലാതെ ആരുണ്ടാവില്ല? ലീഡർ ഉണ്ടാവില്ല. അപ്പോൾ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് ലീഡർ എന്താണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. എനിവേ 18ാമത്തെ, ഫാൻ ഈസ് റിലേറ്റഡ് ടു വിങ്സ് ഇൻ ദ സെയിം വേ ആസ് വീൽ ഈസ് റിലേറ്റഡ് ടു. ഫാൻ ഈസ് റിലേറ്റഡ് ടു വിങ്സ്. ഒരു ഫാനിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്, ഫങ്ഷണൽ യൂണിറ്റ് ആണ് വിങ് എന്ന് പറയുന്നത്. ഇതുപോലെ സ്പോക്ക് ആണ് ഒരു വീലിന്റെ, ട്രഡീഷണൽ വീലിന്റെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലേ? പിന്നെ സ്പോക്കാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. സിമ്പിൾ ആണല്ലോ അല്ലേ? ഇങ്ങനത്തൊക്കെ റെയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ 2025-ലും 2024-ലും കൂടുതലായിട്ട് അനലോഗി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം നമ്മൾ ഇത് ഇതേപോലെ പ്രതീക്ഷിക്കരുത്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത നമുക്ക് പിന്നെ തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ 2017 മുതൽ 23 വരെ കുറേ ക്വസ്റ്റ്യൻസ് പിന്നെ ബ്ലഡ് റിലേഷന്, പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ് തുടങ്ങിയിട്ടുള്ള ഭാഗത്തു നിന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ പാറ്റേണിലേക്ക് തന്നെ ഈ വർഷവും വരാനുള്ള സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ഓക്കെ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസ് ദ മിസ്സിംഗ് വേർഡ് ഇൻ പ്ലേസ് ഓഫ് സൈൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഫുഡ്, സ്റ്റമക്ക്, ഫ്യൂൽ ക്വസ്റ്റ്യൻ മാർക്ക്. സിമ്പിൾ ആണ്. Engine. ഫുഡ് എന്തിനാ അല്ലേ? ഫുഡ് ഈസ് പ്രോസസ്ഡ് ബൈ സ്റ്റമക് ടു പ്രൊവൈഡ് എനർജി ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ബോഡി. ശരീരത്തിന്റെ ഫങ്ഷൻ നടക്കാൻ ഫുഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ചെയ്യുന്നത്, ഡൈജഷൻ ത്രൂ നൽകുന്നത്. ഇതുപോലെ ഫ്യൂവലിനെ പ്രോസസ്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫ്യൂവലിനെ പിന്നെ ബേൺ ചെയ്യുന്നതൊക്കെ ആരാ? എൻജിൻ. എന്തിനു വേണ്ടിയിട്ടാ? എനർജി ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ഓട്ടോമൊബൈൽ. ക്ലിയർ ആണല്ലോ അല്ലെ? കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസ് ദ മിസ്സിംഗ് വേർഡ് ഇൻ പ്ലേസ് ഓഫ് സൈൻ. ലവ്, ഫ്രണ്ട്, ഹേറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. എനിമി. ഓക്കെ, സിമ്പിൾ ആണല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസ് ദ മിസ്സിംഗ് വേർഡ് ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ എന്താണ്? പിന്നെ വെള്ളമുള്ള അല്ലേ, ഒരു പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഐസൊലേറ്റഡ് ഏരിയയാണ്, ഡെസേർട്ടിലെ ഒരു പ്രത്യേക ഏരിയയാണ്, പക്ഷെ അവിടെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഇതുപോലെ എന്താണ് പിന്നെ ഒരു സീൽ ഉണ്ടാകുന്ന ഒന്നാണ് ഐലൻഡ് എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ എൻവിറോൺമെന്റിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ആ ഒരു മാറ്റം ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? അടുത്തേക്ക് പോകുന്നേ. In the following question, choose the missing word in place. Okay, this is. നാപ്പത്തെട്ടാണോ? എന്തുകൊണ്ടാണ്? 5 into 20 100. Yes. 4 into 60 64. അതേപോലെ 3 into 60 ചെയ്യുന്നു. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. നമുക്ക് സിമ്പിൾ ആണ്. 5ഉം 100ഉം തമ്മിലുള്ള റിലേഷൻ 5 into 20 100 അല്ലേ? അതുപോലെ തന്നെ 4 into എന്താണ് 16 ആണ് 64 വരിക. ഓക്കെ അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ അതേ റിലേഷൻ ഇവിടെ ഫോളോ ചെയ്യണം. 4 into 20 80, സോ 3 into 16 48 വരും. സോ ആൻസർ ഈസ് 48. ഫൈൻ അല്ലേ? പ്രശ്നമില്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാൾ ഈസ് കോൾഡ് വിൻഡോ, വിൻഡോ ഈസ് കോൾഡ് ഡോർ, ഡോർ ഈസ് കോൾഡ് ഫ്ലോർ, ഫ്ലോർ ഈസ് കോൾഡ് റൂഫ്, ആൻഡ് റൂഫ് ഈസ് കോൾഡ് വെന്റിലേറ്റഡ്. വാട്ട് വിൽ എ പേഴ്സൺ സ്റ്റാൻഡ് ഓൺ? ഒരാൾ എവിടെയാണ് നിൽക്കുക?
റൂഫ് അല്ലേ? നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, റെഡിയാണോ? ആർക്കും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? ഓക്കെ, എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ എന്താ, ഇതൊന്നും വായിക്കാതെ നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇവിടെ നോക്കിയാൽ മതി. വാട്ട് വിൽ എ പേഴ്സൺ സ്റ്റാൻഡ് ഓൺ? എവിടെയാണ് ഒരാൾ നിൽക്കുക? നമുക്കറിയാം ഒരു ഫ്ലോറിലാണ് ഒരു മനുഷ്യൻ നിൽക്കുക അല്ലെ? ഫ്ലോറിലാണ് നിൽക്കുക. ആ ഫ്ലോറിന് എന്താ വിളിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി. ഫ്ലോർ ഈസ് കോൾഡ് റൂഫ്. ഒരാൾ ഫ്ലോറിലാണ് നിൽക്കുക. സോ ഫ്ലോറിനെ വിളിക്കപ്പെട്ടത് റൂഫ് എന്നാണ്. സോ ആൻസർ എന്താണ്? റൂഫ്. പലർക്കും തെറ്റുന്ന അല്ലെങ്കിൽ തെറ്റാൻ സാധ്യത ഉള്ളത് എന്താ അറിയോ? പിന്നെ ഡോർ ഈസ് കോൾഡ് ഫ്ലോർ എന്ന്. അപ്പോൾ ഡോറിനെ പിടിച്ച് എന്ത് ചെയ്യും? തെറ്റാവും. അപ്പോൾ ഫ്ലോറിന് എന്തായിട്ടാണോ വിളിക്കപ്പെട്ടത് ആ വിളിക്കപ്പെട്ടതാണ് നമ്മുടെ ആൻസർ. റെഡി ആണല്ലോ അല്ലെ? ഓക്കെ, കോഡിങ് ആൻഡ് ഡീകോഡിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ആണ്, ചെയ്തു നോക്ക്. ഇൻ എ ഗിവൺ കോഡ് സിസ്റ്റർ ഈസ് കോഡഡ് ആസ് സംതിങ്, uncle is coded as something, and boy is coded as 129. How is rustic written in that code? See. Okay, see. ബി ആണോ? ബി. ആൻസർ വരുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? വ്യത്യസ്ത ആൻസർ ഉണ്ടോ? ഞാൻ നോക്കട്ടെ. നോക്ക്, മനസ്സിലാത്തവരെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. സിസ്റ്റർ ഈസ് കോഡഡ് ആസ് 535301. അങ്കിളിന് 84670. ബോയ് 129. ഇങ്ങനെയാണ് തന്നെ അല്ലേ? നമ്മളോട് റൂസ്റ്റിക്കിനെ ഈ ഒരു ലാംഗ്വേജിൽ എങ്ങനെയാണ് കോഡ് ചെയ്യാന്നാണ് ചോദിച്ചത്. ഇതെങ്ങനെയാ പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക? നോക്ക്, 6 ഞാൻ പറയാം. 6 ഇവിടെ 6നെ കോഡ് ചെയ്ത് എന്താ? 1 ആണ് അല്ലേ? 6നെ എന്തായിട്ടാ കോഡ് ചെയ്ത്? 1 ആയിട്ടാണ് കോഡ് ചെയ്തത്. വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ 6ന് 1 കൊടുത്തു. ഇനി യു. ഓക്കെ, യുവിന് അത് അവിടെ 8 ആയിട്ടാണ് കോഡ് ചെയ്തത്. സോ 8. അടുത്തത് എസ് ആണ്. എസ്സിന് ഇതാ 5, ഇവിടെയും 5 ആണ്. അപ്പൊ ഇത് പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈക്ക് 0 ഇവിടെയും, ഇവിടെ ഈക്ക് 0 ആണ്. പ്ലേസ് ഒക്കെ മാറിയിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഇനി എസ്സിന് 5. നൗ ടി 3 അല്ലേ? T3. അതുപോലെ ഐന് എന്താ വരിക? പറയും, ഐന് എന്താ വരിക അല്ലേ? 3 എന്നല്ലേ? ലാസ്റ്റ് വൺ സി. സിക്ക് എന്താ വന്നത്? 6. സോ ആൻസർ വിൽ ബി 1853336. ആൻസർ ബി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്ക്, നല്ല ചോദ്യമാണ്. കഴിഞ്ഞവര് പറയണേ. ബിയ ആൻസർ ഓൾറെഡി കാണുന്നുണ്ട് അല്ലേ? എങ്ങനെ വന്നത്? മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്നാളുടെ ഏജ് 3 വെച്ച് പറയും. 85 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഗുഡ്. മനസ്സിലാവാത്തവരോട് ശ്രദ്ധിക്കണേ.
കരീമിന്റെയും റഹീമിന്റെയും കബീറിന്റെയും ഏജ് 85 മൂന്നാളുടെ ഏജും കൂട്ടുമ്പോൾ. വാട്ട് വാസ് ദ ടോട്ടൽ ഓഫ് ദിയർ ഏജസ് 3 years ago? 3 വർഷം മുമ്പ് എന്തായിരുന്നു എന്നാണ്. 3 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഏജിൽ നിന്ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം, വേണ്ടേ? ശരിയല്ലേ? എല്ലാവരുടെ ഏജിൽ നിന്ന് 3 കുറയ്ക്കണം, അതായത് 9 കുറയ്ക്കണം. അതുകൊണ്ടാണ് 85 - 9 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ 85 - 9 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 76 എന്ന് വരും. സോ ആൻസർ എന്താണ്? 76 ആണ്. റെഡിയാണോ? ക്ലിയർ അല്ലേ? നമുക്ക് ഇതാണ് 25-ലെ ചോദ്യം. നിങ്ങൾ ഇരിക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ 24 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യും. എനിക്ക് പിന്നെ ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ പിന്നെ 24 കൂടി ഡിസ്കസ് ചെയ്യും. 1 more hour, നിയർ ടു 1 more hour വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ചെയ്യാം. നിങ്ങൾ ഏത് രൂപത്തിലാണ് പറയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഒരു കൂടുതൽ പേര് 38 പേരുണ്ട്. അപ്പോൾ കൂടുതൽ പേര് എന്താണോ പറയുന്നത് അത് ചെയ്യാം. വേണ്ടെന്നുള്ളതായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പോരെ? ചെയ്താ പോരെ? ഓക്കെ അല്ലേ? നിങ്ങളൊരു 4 ഓക്കെ. എന്താ പറയുക, ലൈവ് ക്ലാസ് ആകുമ്പോഴേ നമ്മൾ പിന്നെ സാധാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പിന്നെ സ്കൂളിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിനേക്കാളും അവസ്ഥയാണ് നമുക്ക് ലൈവിൽ വരുമ്പോൾ. കാരണം മറ്റേത് റേഡിയോ ഫീലിംഗ് ഉണ്ടാവുക. ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക്, കേൾക്കുന്നവർക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലൈവ് സെഷന് പിന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ട് പോവുക. ഓക്കെ, ആ രൂപത്തിൽ തന്നെ അപ്പോഴേ നമുക്കും ആ ക്ലാസ് എടുക്കാനുള്ള പിന്നെ നിങ്ങൾ ആ ഒരു അവസ്ഥ തന്നെയാണ്. ഓക്കെ, ഒരു 2 ദിവസം കൊണ്ട് പിന്നെ അടുത്ത ചൊവ്വാഴ്ച അറിയിക്കാം ഗ്രൂപ്പുകളിലൊക്കെ. അപ്പം നമുക്ക് ആ ദിവസം ചെയ്യാം. ഇതുവരെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് ഇവാലുവേറ്റ് ചെയ്യരുത്. 2017 മുതൽ 23 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാക്കാം നല്ല ഹാർഡാണ്, അനലോഗി കുറവായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ കാണണം. പിന്നെ ഇനി വരാൻ സാധ്യതയുള്ള കലണ്ടർ വന്നേക്കാം. അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡയറക്ഷൻ സെൻസ്, പിന്നെ തുടങ്ങിയിട്ടുള്ള ഏജ് റിലേഷൻ പ്രോബ്ലംസ് തുടങ്ങിയിട്ടുള്ള ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കൽ കുറയ്ക്കാം. നിങ്ങൾക്ക് കലണ്ടറിനും ടൈം ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗമൊക്കെ കുറച്ചൊന്നും ആണെങ്കിൽ ഇമ്പോർട്ടൻസ് കുറയ്ക്കാം. പക്ഷെ ഒന്നുകൂടാ ഇല്ല. പിന്നെ നിങ്ങൾ ഏതായാലും ഒരു പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? മൊത്തത്തിൽ പിന്നെ പഠിച്ചു പോവുക. കാരണം SSCയോ RRBയോ റെയിൽവേന്റെ ഒക്കെ എക്സാം എഴുതുമ്പോൾ പലരും നമ്മളെ കൂടെയുള്ള സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നമ്മൾ തന്നെ ഇത് എഴുതാൻ പോകുമ്പോൾ കുറെ ഉപകാരം. വോയിസ് കട്ടാവുന്നുണ്ട് സാർ. എങ്ങനെ? ഇടയ്ക്ക് വോയിസ് അടുത്തടുത്ത് നന്നായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വോയിസ് കേൾക്കുന്നുള്ളൂ. തന്നെ ലാഗ് വരുന്നുണ്ട്. ഞാൻ പിന്നെ നെറ്റ്വർക്ക് ഒന്നും കൂടി നോക്കാം. ഓക്കെ, ക്ലാസ്സിൽ ഭാഗത്തേക്ക് ഇരിക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.